മുറപ്പെണ്ണോ? വിശ്വജിത്ത് അമ്പരന്നു. ഒന്ന് രണ്ട് നിമിഷം അവൻ അങ്ങനെയേ നിന്നു പോയെന്നുള്ളതാണ്. പിന്നെ നിളപോയ വഴിയെ നോക്കി. അവളുടെ ആ സംസാരത്തിലെ കുറുമ്പ് ആസ്വദിക്കാനാണ് അവൻ അന്നേരം തോന്നിയത്. ഏകദേശം ഒരു 10-12 വർഷത്തോളമായി അവളെ നെഞ്ചിലേറ്റിയിട്ട്. പക്ഷേ ഇന്നാണ് അവളെ ഇത്രയും അടുത്ത് കാണുന്നത്, 2 വാക്ക് മിണ്ടുന്നത്. ആ സന്തോഷമൊന്നും വാക്കുകളിൽ പ്രകടമാക്കാൻ കഴിയുന്നതല്ല. നടന്ന് റൂമിലെത്തും വരെ അവനെ വിടാതൊരു പുഞ്ചിരി കൂടെ കൂടിയിരുന്നു. അവൻ റൂമിലെത്തുമ്പോൾ അജിസാർ മാത്രം വന്നിട്ടുള്ളൂ. ആള് വീട്ടിലേക്ക് വിളിച്ച് സംസാരിക്കുകയാണ്. ബാക്കിയുള്ളവർ ഒരാഴ്ചയ്ക്ക് അടുക്കളയിലേക്ക് വേണ്ടതൊക്കെ വാങ്ങി എത്താനാകുന്നുള്ളൂ. വിശ്വജിത്ത് എല്ലാവർക്കുമുള്ള ചായ വെച്ചു. കഴിക്കാനൊന്നും ഉണ്ടാക്കേണ്ട വിശ്വ, ബിനോയ് സാർ വീട്ടിൽ നിന്ന് കുറച്ച് വറവൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ ചായ ഇടുന്നത് കണ്ട് അജിസാർ വാതിക്കൽ വന്ന് പറഞ്ഞിട്ട് പോയി. ചായ ഫ്ലാസ്കിൽ ഒഴിച്ചു വച്ചവൻ പുറത്തേക്കിറങ്ങി. അവനിൽ ആകെ സന്തോഷം തിങ്ങി നിൽപ്പായിരുന്നു. ഫോണെടുത്ത് സേതിയെ വിളിക്കാൻ തോന്നിയവന്. പിന്നെ സേതിയുടെ അവസ്ഥയോർത്തവൻ വിളിച്ചില്ല. ഇതേ സമയം ഹോസ്റ്റലിൽ സേതി നേരെ ഓടിച്ചെന്ന് ബാത്റൂമിൽ കയറി. നിള അവൾക്കായി കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. 5-10 മിനിറ്റ് കടന്നിട്ടും അവിടുന്ന് അനക്കം വരാതായപ്പോൾ അവൾ ചെന്ന് ഡോറിൽ മുട്ടി. സേതി, നീ മര്യാദയ്ക്ക് വാതിൽ തുറന്നോ, ഇല്ലേ ഞാൻ ചവിട്ടി പൊളിക്കും. എൻ്റെ പൊന്ന് നിളയെ ചതിക്കല്ലേ. ജിത്തേട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂമുള്ള മുറി കിട്ടിയത്. ഓഹോ, ഇതിലും നിൻ്റെ ജിത്തേട്ടൻ്റെ കൈയുണ്ടോ? എടി ഞാൻ പറയാ, നീ ഒന്നും പറയണ്ട. ഈ കോളേജിലും ക്ലാസ്സിലുമായി നിനക്ക് 10-100 ഫ്രണ്ട്സൊന്നും ഇല്ലല്ലോ. ഞാൻ മാത്രമല്ലേ ഉള്ളൂ. എന്നിട്ട് എന്നോട് മറയ്ക്കുക. ഞാൻ എൻ്റെ എല്ലാ സീക്രട്ടും നിന്നോടല്ലേ ഷെയർ ചെയ്യുന്നത്. നിളയെ, അത് ജിത്തേട്ടൻ ആരോടും പറയണ്ടെന്ന് പറഞ്ഞോണ്ടാ. അങ്ങനെ വരട്ടെ, നിങ്ങൾ തമ്മിലുള്ള അഫെയർ വേറെ ആരും അറിയരുതെന്ന് വച്ചല്ലേ. ഒന്നാമത് അങ്ങേരി ഇവിടുത്തെ സാറും നീ സ്റ്റുഡൻറ്റും ആയോണ്ടല്ലേ. എന്തോന്ന് അഫെയറോ? സേതി ബാത്റൂമിൽ നിന്ന് ചാടിപ്പിഴഞ്ഞ് പുറത്തെത്തി. എന്തേ, നീ കേട്ടിട്ടില്ലേ അഫെയർ എന്ന്? എൻ്റെ പൊന്നു നിലയെ, ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒന്നുമില്ലേടി. അപ്പോൾ പിന്നെ ആൾ നിൻ്റെ അപ്പച്ചിയുടെ മോനാണെന്ന് ബാക്കിയുള്ളവർ അറിയുന്നതിൽ പ്രശ്നം എന്താ? ബാക്കിയുള്ളവരുടെ കാര്യം വിട്, ഞാൻ അറിഞ്ഞാൽ എന്താ? ഇതിനൊക്കെ എന്ത് മറുപടി പറയണം എന്നറിയാതെ സേതി തലയ്ക്ക് കൈയും കൊടുത്ത് ബെഡിൽ കയറിയിരുന്നു. എടി സത്യം പറ, നിനക്ക് പണ്ട് തോന്നിയ ക്രഷ് അങ്ങേർക്ക് നിന്നോടുമുണ്ടോ? വിശ്വജിത്തിനെ കയ്യിൽ കിട്ടിയാൽ അറക്കാനുള്ള ദേഷ്യം വന്നു സേതിക്ക്. ഞാൻ സത്യമാണ് പറഞ്ഞത്, ജിത്തേട്ടനാണ് പറഞ്ഞത് ആരോടും പറയണ്ടാന്ന്. അതിനുള്ള കാരണം നീ തന്നെ ഈ നേരിട്ട് കാണുമ്പോൾ ചോദിച്ചോ. പിന്നെ ജിത്തേട്ടൻ്റെ കൂടെ താമസിക്കുന്ന സാർമാർക്കൊക്കെ എന്നെ അറിയാം. ഏത്, ആ ലാബിലെ അസിസ്റ്റൻറ്റിനടക്കം? അവർക്കൊക്കെ അറിയാം. ജിത്തേട്ടൻ അവിടെ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ നമുക്ക് കൂടി കൊണ്ടുതരാറില്ലേ? നമുക്കോ? എന്ന്, എപ്പോ? അന്നത്തെ പഴംപൊരി, പിന്നെ പൊതിച്ചോറ്, അതൊക്കെ ജിത്തേട്ടൻ കൊണ്ടു തന്നതാ. നില ഒന്നും മിണ്ടാതെ കുറച്ചു നേരം അവളെ നോക്കിയിരുന്നു. എന്നോട് പോലും പറയാതെ വയ്ക്കാൻ മാത്രം എന്തോ ഒന്ന് നിങ്ങൾക്കിടയിലുണ്ട്. ഒന്നുമില്ലെന്ന് നീ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല മോളെ. ഇതിപ്പോൾ ഇന്ന് സെമിനാർ എടുക്കുന്നത് ഞാൻ കണ്ടതുകൊണ്ടും ആളെ തിരക്കി ഞാൻ ചെന്നാലേ എന്നൊക്കെ വെച്ച് നീ എനിക്ക് പരിചയപ്പെടുത്തിയതല്ലേ. നീ പിണങ്ങല്ലേ നിളേ. പിണക്കമൊന്നുമല്ല മോളെ. നിങ്ങളുടെ കള്ളത്തരം ഞാൻ ഒന്ന് പിടിക്കട്ടെ, അപ്പോൾ ശരിയാക്കി തരാം. കിട്ടാൻ പോകുന്ന പണിയുടെ ആഴവും പരപ്പും ഓർക്കെ സേതിക്ക് തല കറങ്ങും പോലെ തോന്നി. നിള കുളിക്കാൻ കയറിയ സമയം സേതി വിശ്വജിത്തിനെ വിളിച്ചു. കിട്ടിയോ നല്ലോണം? ഫോൺ എടുത്തതേ അവൻ്റെ ചോദ്യം അതായിരുന്നു. കഷ്ടമുണ്ട് ചിത്തേട്ടാ. നിള എങ്ങാനും എന്നോട് പിണങ്ങിയ എൻ്റെ നിന്ന് കിട്ടൂട്ടോ. അപ്പോൾ ഇപ്പോൾ പിണങ്ങിയിട്ടില്ല? സമാധാനം. ആ സമാധാനം അധികം നാളില്ല. ജിത്തേട്ടൻ്റെ മനസ്സിലിരിപ്പ് അറിയുന്നവരേ ഉള്ളൂ. അവൻ അതിന് ഒന്ന് ചിരിച്ചെന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല. എന്തായാലും നിള സേതിയോട് പിണങ്ങാതെ ഞാൻ നോക്കിക്കോളാം. ശരി എന്നാ. സേതി നിള ഇറങ്ങി വരും മുന്നേ ഫോൺ വെച്ചു. ദിവസങ്ങൾ ഇത്തിരി വേഗത്തിൽ നീങ്ങി. ന്യൂ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിശ്വജിത്ത് തിരക്കിലായിരുന്നു.
അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ പിന്നീട് ഒരു കൂടിക്കാഴ്ചയുണ്ടായില്ല. എന്നാലും നിള പോകുന്നതും വരുന്നതുമൊക്കെ വിശ്വജിത്ത് കാണുന്നുണ്ടായിരുന്നു. പരസ്പരം പരിചയപ്പെട്ടെങ്കിലും ഒരു മറ അവർക്കിടയിൽ നിലനിന്നു. ആ മറ നീക്കി അവളോട് അടുക്കാനും അവളെ കൂടുതൽ അറിയാനും ഏറെ ആഗ്രഹമുണ്ടെങ്കിലും അതിന് അനുയോജ്യമായ സമയം പിന്നെ കിട്ടിയില്ലെന്നതാണ് സത്യം. സനിയുടെ അമ്മയ്ക്ക് വീണ്ടും അൾസറിൻ്റെ ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് ഹോസ്പിറ്റലിൽ ആയിരുന്നു. ആ ആഴ്ച 1-2 ദിവസം മാത്രം അവൻ കോളേജിൽ എത്തിയുള്ളൂ. പക്ഷേ വന്ന ദിവസങ്ങളിലെല്ലാം നിളയോട് സംസാരിക്കാൻ അവൻ അവസരം കണ്ടെത്തി. അതിൻ്റെ ഫലമായി നിള ഇടയ്ക്കിടെ സേതിയോടൊരു ചോദ്യമുണ്ട്. എടീ, നമുക്ക് സനിച്ചേട്ടൻ്റെ മമ്മിയൊന്ന് കാണാൻ പോണ്ടേ? ആ ചോദ്യം വരുമ്പോൾ സേതിക്ക് ദേഷ്യം അരിച്ചു കയറും. പക്ഷെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയുമാണ്. സത്യത്തിൽ നിളയ്ക്കും വിശ്വജിത്തിനും ഇടയിൽ കിടന്ന് പുകയുന്നത് സേതിയാണ്. തുടരും. സ്നേഹത്തോടെ, അഭിനവി.